ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് സ്പാനിഷ് മാധ്യമ പ്രവർത്തകനായ സാൻഡി ഒവയെ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് നെയ്മർ ജൂനിയർക്ക് തിരികെ ബാഴ്സയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. വരുന്ന സമ്മറിൽ FC ബാഴ്സലോണയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തും എന്നൊക്കെയാണ് ഈ ഒരു സ്പാനിഷ് മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സാന്റോസുമായി 5 മാസത്തെ ഒരു കോൺട്രാക്റ്റിൽ മാത്രമാണ് നെയ്മർ ജൂനിയർ ഒപ്പുവെച്ചിട്ടുള്ളത്. അതായത് വരുന്ന സമ്മറിൽ അദ്ദേഹം യൂറോപ്പിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ഗ്ലോബോ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും മറ്റൊരു സ്പാനിഷ് മാധ്യമമായ മുണ്ടോ ഡിപ്പോർട്ടീവോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. FC ബാഴ്സലോണയുടെ നിലവിലെ നിലപാട് എന്താണ് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ നെയ്മർ ജൂനിയറെ സൈൻ ചെയ്യാനുള്ള ഒരു ഉദ്ദേശം, ഒരു പ്ലാൻ ഇപ്പോൾ FC ബാഴ്സലോണക്കില്ല എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ അടുത്ത സമ്മറിൽ ഈ ഒരു പ്ലാനിങ്ങുകളിൽ മാറ്റം വരുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. നിലവിൽ ബാഴ്സ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നില്ല, അത്തരത്തിലുള്ള ഒരു ഉദ്ദേശം ഇല്ല എന്നുള്ളതാണ്. പക്ഷെ നെയ്മറെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ മുണ്ടോ ഡിപ്പോർട്ടീവോ നൽകുന്നുണ്ട്. അതായത് തന്റെ കഴിവുകൾ തനിക്ക് ഈ ഒരു 6 മാസം കൊണ്ട് തെളിയിക്കാൻ കഴിയുമെന്നും അങ്ങനെ ബാഴ്സ തന്നെ പരിഗണിക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത് എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടീവോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ബാഴ്സലോണക്ക് വേണ്ടി ഒരിക്കൽ കൂടി കളിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നെയ്മർ ഉള്ളത്. അതിനുവേണ്ടി എന്ത് ചെയ്യാനും നെയ്മർ ജൂനിയർ തയ്യാറാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ മുണ്ടോ ഡിപ്പോർട്ടീവോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു 6 മാസക്കാലം ബ്രസീലിൽ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുക, നല്ല ഫിറ്റ്നസ് വീണ്ടെടുക്കുക, തന്റെ കളി മികവ് വീണ്ടെടുക്കുക, എന്നിട്ട് യൂറോപ്പിലേക്ക് മടങ്ങുക, ബാഴ്സയെ പോലെയുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്ലബിൽ കളിക്കുക എന്നതൊക്കെയാണ് നെയ്മറുടെ ലക്ഷ്യം. അതിന് അദ്ദേഹത്തിന് സാധിക്കും എന്ന് തന്നെയാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.